ഞാൻ ഡീക്കൻ മെൽബിൻ, വീട്ടുപേര് കഴുന്നുകണ്ടത്തിൽ. എൻ്റെ ഇടവക തെള്ളകം പുഷ്പഗിരി ഇടവകയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മിയും പപ്പായും ഞാനും മാത്രമുള്ള ഒരു കുടുംബമാണ്. എൻ്റെ കൊച്ചിലെ മുതൽ എനിക്ക് പരിചയം കൂടുതൽ പള്ളിയുമായിട്ടായിരുന്നു. അതായത് ഇടവക ദേവാലയത്തിൽ ഏറ്റവും കൂടുതൽ പപ്പായും മമ്മിയുടെയും കൂടെ പോകുന്നു, അവിടെ നിൽക്കുന്നു. അങ്ങനെയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള സ്ഥലം അവിടെയായിരുന്നു. ഞാൻ കൂടുതൽ എൻ്റെ മമ്മിയും പപ്പായുടെ അടുത്ത് നിന്ന് കഴിഞ്ഞ് നേരെ പോകുന്ന പള്ളിയിലേക്കാണ്. അപ്പോൾ ആ ഒരു അനുഭവമൊക്കെ കാരണം എനിക്ക് കൂടുതൽ ഇഷ്ടം പള്ളിയോടായിരുന്നു. പ്രത്യേകിച്ച് വികാരിയച്ചന്മാരൊക്കെ നമ്മൾ സ്നേഹത്തോട് വിളിക്കുന്നതൊക്കെ എന്നെ കുറേയേറെ സ്വാധീനിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത്. അപ്പോൾ എൻ്റെ കൊച്ചിലെ മുതൽ എനിക്ക് ആരാകണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് എനിക്കൊരു വൈദികനാകണമെന്നാണ്. പക്ഷേ പലരും നമ്മളെ ആ ഒരു സമയത്ത് തടയുമായിരുന്നു. അങ്ങനെയൊന്നും ആലോചിക്കുകയേ വേണ്ട, കാരണം വീട്ടിൽ ഒരാളേ ഉള്ളല്ലോ, എന്തിനാണ് വെറുതെ ഇങ്ങനെ അച്ഛനാകാനൊക്കെ പോകുന്നത് ചോദിക്കുമായിരുന്നു. പക്ഷേ അന്നും എനിക്ക് വളരെ ധൈര്യത്തോടെ ഞാൻ പറയുമായിരുന്നു, ഞാനൊന്നും ചിന്തിക്കാറില്ലായിരുന്നു. പക്ഷേ എനിക്കിഷ്ടമായിട്ട് ഞാൻ പറയുമായിരുന്നു എനിക്ക് വൈദികനാകണം. പിന്നീട് അങ്ങോട്ട് 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ അപ്പോഴും എനിക്ക് എൻ്റെ കുറച്ച് തീരുമാനം എന്ന് പറയുന്നത് വൈദികനാകണം എന്നാണ്. അപ്പോൾ ഒരിക്കൽ ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു, നീ വൈദികനാകണ്ട, കാരണം പപ്പായും മമ്മിയും അത് കഴിഞ്ഞ് അവർ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആരുമില്ല, അല്ലെങ്കിൽ അവരെ നോക്കാൻ ആരുമില്ല. ആ രീതിയിലൊക്കെ കുറേ ടീച്ചർമാരൊക്കെ എന്നോട് പറയുമായിരുന്നു. പക്ഷേ ആ സമയത്ത് പോലും എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് എനിക്കൊരു വൈദികനാകണമെന്നായിരുന്നു. അപ്പം 10ൽ എനിക്ക് വളരെ തീക്ഷ്ണതയോടെ നിൽക്കുകയായിരുന്നു, എനിക്കൊരു വൈദികനാകണം, അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു നമ്മുടെ ഇടവക പൗരോഹിത്യത്തിലേക്ക് കിടക്കണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ MCBS ഒരു അച്ഛനുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചു. അങ്ങനെ MCBS സഭയിലേക്ക് പോകാൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയായിരുന്നു. പക്ഷേ ആ സമയത്ത് എൻ്റെ പപ്പ ഒരിക്കലും മനസ്സിൽ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ഇങ്ങനൊരു കാര്യം, ഒരു വൈദികനാകാൻ പോകുന്നത് ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. പപ്പായുടെ മനസ്സിൽ എനിക്കൊരു ജോലിയൊക്കെ കിട്ടി. ഞങ്ങൾക്ക് ഒരു ആവറേജ് കുടുംബമാണ്. അങ്ങനെ പപ്പ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ്, മമ്മി ഹൗസ് വൈഫാണ്. ചെറിയ ട്യൂഷൻ കാര്യങ്ങളൊക്കെ മമ്മി ചെയ്തിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ സാമ്പത്തിക ഒരു സ്ഥിതി. അപ്പം പപ്പ വിചാരിച്ചിരുന്നത് ഞാനൊരു നല്ല ജോലിയിലേക്ക് പ്രവേശിച്ച് നല്ല രീതിയിൽ കുടുംബമൊക്കെ നന്നായിട്ട് നോക്കി ഭാവിയിൽ ചെയ്യുമെന്നാണ് പപ്പ വിചാരിച്ചത്. പക്ഷേ ആ സമയത്ത് ഞാൻ എൻ്റെ തീരുമാനം പപ്പായെ അറിയിച്ചു. ഞാൻ MCBS ക്യാമ്പിന് പോവുകയാണ്. പപ്പ പക്ഷേ ആ സമയത്ത് വളരെയേറെ വിഷമത്തോടെ പറഞ്ഞു, നീ പോകണ്ട, നീ ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞ് പോയാൽ മതി, ചിന്തിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ പറഞ്ഞു. പക്ഷേ എന്നിട്ടും ഞങ്ങളുടെ ആ MCBSലെ ആ ഒരു അച്ഛൻ വന്നിട്ട് എന്നെ വീണ്ടും ക്ഷണിച്ചു. അങ്ങനെ ക്യാമ്പിന് വന്നില്ല, ഞാൻ ക്യാമ്പിന് പോകാൻ എനിക്ക് പറ്റിയില്ല, പപ്പ സമ്മതിച്ചില്ല. പക്ഷേ പിന്നീട് ക്യാമ്പിന് പോയില്ലെങ്കിലും നീ ഡയറക്റ്റ് വന്നോളാൻ അച്ഛൻ പറഞ്ഞു. പക്ഷേ ആ സമയത്തും പപ്പ എന്നോട് വളരെ കട്ടായം പറഞ്ഞു, നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്. അങ്ങനെ പപ്പായ്ക്ക് വിഷമമായതുകൊണ്ടാണ്, കാരണം ഒറ്റ മകനേ ഉള്ളൂ. ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ പപ്പായുടെ ഒരു കാര്യം ശരിയാണെന്ന് നമുക്ക് തോന്നാം. പിന്നീട് ഞാൻ +1 +2ലേക്ക് കിടക്കുകയാണ്. +1 +2 കിടന്നതിന് ശേഷം എനിക്ക് ഈ പൗരോഹിത്യം ഇഷ്ടമായിരുന്നു. പക്ഷേ +1 +2 ആ ഒരു അവിടുത്തെ ആ ജീവിതശൈലിയൊക്കെ കാരണം പതുക്കെ ഞാൻ ഈ പൗരോഹിത്യം സ്വപ്നം കാണുന്നതൊക്കെ എൻ്റെ ആ ഒരു സമയത്തേക്ക് സ്റ്റോപ്പായി. ഒരു നിർത്തൽ വന്നതോടെ ഞാൻ പിന്നെ പൗരോഹിത്യം തന്നെ വേണോ, നമുക്ക് വേറെ മാറി ചിന്തിക്കാനൊക്കെ എനിക്ക് തുടങ്ങി. കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ കുറേയേറെ ചിന്തിച്ചു. +1 +2ൻ്റെ സമയത്ത് നമുക്കൊരു ഡോക്ടറാകണം, MBBS ചെയ്യണം, ആ രീതിയിലൊക്കെ കുറേയേറെ ചിന്തിച്ച ഒരു സമയമായിരുന്നു. പക്ഷേ +1 +2 കഴിഞ്ഞ് എനിക്ക് ഏകദേശം ഞാൻ ഉറപ്പിച്ചു, കാരണം MBBS പോയി ഡോക്ടറൊക്കെ ആകണം. ആ ഒരു സ്ഥിതി നിൽക്കുമ്പോൾ എൻ്റെ വികാരിച്ചനായ അന്നത്തെ വികാരിയച്ഛൻ ഫാദർ ആൻ്റണി കാട്ടുപാറയായിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ എന്നോട് വന്ന് ഒരിക്കൽ പറഞ്ഞു, +2ൻ്റെ പരീക്ഷയുടെ സമയത്ത് പറഞ്ഞു, മോനെ ക്യാമ്പുണ്ട്, ക്യാമ്പിന് പോകണം. ഞങ്ങളുടെ ഇടവകയുടെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഇടവക പൗരോഹിത്യത്തിലേക്ക് ആരും പോയിട്ടില്ല. അതായത് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ഒരു വൈദികൻ ഇതുവരെ ആരും ആയിട്ടില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ക്യാമ്പ് തുടങ്ങിയിരുന്നു. ഞങ്ങൾക്ക് പരീക്ഷകൾ കാരണം ഇനിയും ഒരു 1.5 ദിവസം കൂടെ ക്യാമ്പുള്ളൂ. അപ്പോൾ ആ ഒരു ക്യാമ്പിലേക്ക് മോൻ പോകണമെന്ന് കാട്ടുപാറച്ചൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം അച്ഛനോട് പറഞ്ഞു, ഞാനില്ല അച്ഛാ. പക്ഷേ കുറേ പേർക്കൊക്കെ അറിയാം എൻ്റെ ആഗ്രഹം ഇതാണ്. പക്ഷേ എൻ്റെ ആത്മാർത്ഥതയോടെ ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ഒരിക്കലും ആ ഒരു സമയത്ത് ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പോയി. 1.5 ദിവസത്തെ ക്യാമ്പിന് ഞാൻ പോയി. അങ്ങനെ സെമിനാരിയൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു സന്തോഷമൊക്കെ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഒറ്റപുത്രനായതുകൊണ്ട് തന്നെ കൂടുതൽ പേരെ ഒരുമിച്ച് ഞാനൊരു 2 ദിവസത്തിൽ കൂടുതൽ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. ടൂറിനൊക്കെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷേ അതിൽ കൂടുതൽ ഇങ്ങനെ ക്യാമ്പിനൊന്നും ഞാൻ പോയിട്ടില്ല. അങ്ങനെ ക്യാമ്പിന് ചെന്നതിന് ശേഷം ഏകദേശം 1.5 ദിവസത്തിന് ശേഷം നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് അച്ഛന്മാരുടെ അടുത്ത്. അങ്ങനെ എല്ലാ അച്ഛന്മാരുടെ അടുത്ത് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. എനിക്കൊരു സ്വഭാവമുണ്ട്, എനിക്ക് കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഇടയ്ക്ക് കയറി വരും. എൻ്റെ മമ്മി ടീച്ചറായതുകൊണ്ട് മമ്മി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കോമ്പറ്റീഷനിലൂടെയൊക്കെ നമ്മൾ മത്സരിക്കാൻ വേണ്ടി പോകുമ്പോൾ അതിലൊക്കെ നന്നായിട്ട്
പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്പിരിറ്റ് ആ സമയത്ത് കയറി വന്ന് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ അച്ഛന്മാരോടൊക്കെ വളരെ പോസിറ്റീവായിട്ട് മറുപടി പറഞ്ഞു. അതായത് എനിക്ക് അച്ഛനാകാൻ താല്പര്യമുണ്ട്, അങ്ങനെ അതായത് നമ്മളത് വിജയിക്കണം എന്ന നിലയിൽ ഞാൻ കുറേ പറഞ്ഞു. പക്ഷെ അവിടെയെല്ലാം അച്ഛന്മാർ എന്നോട് പറഞ്ഞു, മോൻ ഒറ്റമകനാണ്, അതുകൊണ്ട് ഒന്ന് ചിന്തിച്ചിട്ട് വരിക, ഡിഗ്രി എല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നാൽ മതിയായിരിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കാര്യം തോന്നി, ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്, എനിക്കൊരു വിളിയൊന്നും അങ്ങനെയില്ല. പക്ഷേ ആ 1.5 ദിവസം കഴിഞ്ഞപ്പോൾ അവസാനം ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൻ്റെ സമയത്തൊക്കെ ഞാൻ കുറേ ചിന്തിച്ചു. എൻ്റെ പഴയ ഇഷ്ടങ്ങളും, അതായത് പൗരോഹിത്യനെ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്ന സമയമൊക്കെ ഞാൻ ചിന്തിച്ചു. അന്ന് തൊട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര സ്നേഹമാണ്, എനിക്ക് ഇഷ്ടം തോന്നി, വീണ്ടും ഇഷ്ടം തോന്നാൻ തുടങ്ങി. അങ്ങനെ വീട്ടിലൊക്കെ ആയിരിക്കും. പിന്നെ പള്ളിയിലൊക്കെ പോയപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്ന ക്യാമ്പിന് പോയി, പക്ഷേ എന്നെ സെലക്ട് ഒന്നും ചെയ്യത്തില്ല, അവർ തിരഞ്ഞെടുക്കത്തില്ല, പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിൽ വളരെയേറെ ഇഷ്ടം തോന്നിയിരുന്നു, നമുക്ക് ചേരണം, ഡോക്ടറൊന്നും ആകണ്ട, അച്ഛനായാൽ മതി എന്നൊരു തോന്നലൊക്കെ വന്നാണ്. പക്ഷേ ഏകദേശം 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടുകാർ, അതായത് ക്യാമ്പിന് പങ്കെടുത്ത് നമ്മൾ കുറച്ച് പേര് പരിചയപ്പെട്ടല്ലോ, അവരെന്നെ വിളിച്ചു. ഇത് പറഞ്ഞു, അവരെയൊക്കെ സെലക്ട് ചെയ്തു, നിന്നെ സെലക്ട് ചെയ്തില്ലേ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞാൻ സങ്കടത്തോടെ പറഞ്ഞു, അയ്യോ എന്നെ തിരഞ്ഞെടുത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം അച്ഛന്മാർ പറഞ്ഞല്ലോ, അവർ ആത്മാർത്ഥതയോടെ പറഞ്ഞതാണ് പഠിച്ചിട്ട് വരാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ എൻട്രൻസിനൊക്കെ അപ്ലൈ ചെയ്തു. MBBSന് എൻട്രൻസിന് അപ്ലൈ ചെയ്ത് എനിക്ക് തൊട്ടടുത്ത് അതിരമ്പുഴ ആ പരിസരത്ത് തന്നെ എനിക്ക് എഴുതാൻ വേണ്ടി കിട്ടി. പക്ഷേ ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിനൊന്നും പോയില്ല, ഞാൻ നേരെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. അന്ന് തൊട്ട് പഠിക്കാൻ തുടങ്ങുമെന്ന് വിചാരിച്ചു ഞാൻ പുസ്തകം എടുത്തു. അത് ഞാൻ ആത്മാർത്ഥതയോട് പറയുകയാണ്, ഞാൻ പുസ്തകം എടുത്ത ആ ഒരു പോയിന്റിൽ തന്നെയാണ് എന്നെ നമ്മുടെ അന്നത്തെ വൈസ് റെക്ടറായിരുന്ന സായനച്ചൻ എന്നെ വിളിക്കുന്നത്. അച്ഛൻ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞു, മോൻ്റെ ഫോണിലേക്ക് ഞങ്ങൾ കുറേയേറെ ശ്രമിച്ചിരുന്നു, പക്ഷേ കിട്ടിയില്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ഒന്നും മിണ്ടാതിരിക്കുമായിരുന്നു, കാരണം എനിക്കൊരു അതിശയം, ആ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ അച്ഛൻ പറഞ്ഞു, കുറേ ഞങ്ങൾ ആലോചിച്ചിട്ടാണ് മോനെ തിരഞ്ഞെടുക്കുന്നത്, അപ്പം അപ്പോഴും ഞാൻ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, മോൻ ഇഷ്ടമില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു, എനിക്ക് ഇഷ്ടമുണ്ട്, ഞാൻ വരുവാണ് അച്ഛാ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഞാൻ ഒന്നും നോക്കിയില്ല, പപ്പായും മമ്മിയും എങ്ങനെ ചിന്തിക്കുന്നു പോലും നോക്കിയില്ല, കാരണം പപ്പായ്ക്ക് വലിയ താല്പര്യമില്ല പോകണമെന്നൊന്നും. ആ സമയത്ത് ഞാൻ ഉറപ്പ് പറഞ്ഞു. അങ്ങനെ ഏകദേശം ഉറപ്പായി കഴിഞ്ഞ് ഞാനിത് ഒരു ദിവസം കഴിഞ്ഞ് അപ്പനോട് ഒരു 2-3 ദിവസം കഴിഞ്ഞാണ് അവതരിപ്പിക്കുന്നത്. കാരണം എൻട്രൻസിന് അപ്ലൈ ചെയ്തു, അപ്പോൾ അതിനൊക്കെ പൈസ കൊടുത്ത് അപ്ലൈ ചെയ്തിട്ടിരിക്കുമ്പോൾ ഇതിന് പോകുന്ന കാര്യം അപ്പൻ അറിഞ്ഞാൽ അത് നല്ലതായിരിക്കില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻട്രൻസിൻ്റെ പരീക്ഷ എഴുതിയില്ല. പപ്പ വിചാരിച്ചാൽ ഞാൻ ഒരു ദിവസം പോയി എഴുതിയെന്നാണ് വിചാരിച്ചത്. പക്ഷേ എങ്ങനെയോ എൻ്റെ കൂട്ടുകാർ പോയി പപ്പായോട് പറഞ്ഞു കൊടുത്തു, അവൻ എൻട്രൻസ് പരീക്ഷ അറ്റൻഡ് ചെയ്തില്ല. അങ്ങനെ ഇരിക്കുകയാണ് പപ്പ ചോദിക്കുന്നത്. പപ്പ ചോദിച്ചപ്പോൾ ഞാൻ സത്യം തുറന്നു പറഞ്ഞു, എനിക്ക് ക്യാമ്പിന് സെലക്ഷൻ കിട്ടി, ഞാൻ ക്യാമ്പിന് പോവുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ പപ്പായ്ക്ക് വളരെയേറെ സങ്കടം ഉണ്ടായി. കാരണം പപ്പ പ്രതീക്ഷിച്ചു, അന്ന് ശരിക്കും പ്രതീക്ഷിച്ചിരുന്നു പപ്പ, ഒരിക്കലും അവൻ അങ്ങോട്ട് പോവില്ല, ഉറപ്പായിട്ടും ഡോക്ടറാവുമെന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെയല്ല, അങ്ങോട്ട് എങ്ങനെയെങ്കിലും പഠിച്ച് ഏതെങ്കിലും ജോലി കിട്ടുമെന്ന് പപ്പായ്ക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഇത് പറഞ്ഞപ്പോൾ പപ്പായ്ക്ക് വളരെയേറെ വിഷമമുണ്ടായി. എനിക്ക് തോന്നുന്നു ആ വിഷമം തീരാൻ വേണ്ടി 1.5 മാസം എടുത്തു. പ്രത്യേകിച്ച് പപ്പായുടെ ഒരു ദേഷ്യവും സങ്കടമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി അച്ഛന്മാർ എന്നെ നോക്കി വരുമ്പോൾ അച്ഛന്മാരെ മിക്കവാറും അവിടെ നിന്ന് തല്ലി ഓടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അന്ന് കൊയറിനൊക്കെ പങ്കെടുക്കുമായിരുന്നു, കുറേ കൊയറിനൊക്കെ പോകുമായിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ സമയത്ത് പള്ളിയിലൊക്കെ പാട്ടൊക്കെ പാടാൻ പോകുമായിരുന്നു. ആ സമയത്ത് ആയിരുന്നു ഇവരൊരു ദിവസം ഒരു കൊയർ ഉണ്ടായിരുന്ന സമയത്താണ് നമ്മുടെ കുഴിപ്പിലച്ഛനും ബഹുമാനയുടെ സായനച്ഛനും കൂടെ വീട്ടിൽ കാണാൻ വരുന്നത്. അങ്ങനെ കാണാൻ വന്നപ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളായിരുന്നു, വീട്ടിൽ നിന്ന് നല്ലപോലെ അവരെ സ്വാഗതം ചെയ്യണം, അവരെ ഒരു വഴക്കൊന്നും പറയാതെ ദേഷ്യപ്പെടാതെ അവരൊന്ന് തിരിച്ചു വരണം. എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് അന്ന് കൊയറൊക്കെ പാടാൻ വേണ്ടി പോയി, കാരണം എനിക്കൊരു മാനസികാവസ്ഥ ശരിയില്ലായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നു. ഞാൻ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് കഴിഞ്ഞ് എന്നെ കാണാൻ വന്നവർ പള്ളിയിൽ. അങ്ങനെ ഞാൻ കണ്ട് മനസ്സിലാക്കി എല്ലാവരും തിരിച്ചു പോയി. അപ്പോൾ ഞാൻ ആ സമയം തന്നെ ഞാൻ വീട്ടിലോട്ട് ഓടുകയാണ്, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം. അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ ചെന്ന് മമ്മിയോട് ചോദിച്ചു. മമ്മി പറഞ്ഞു, പപ്പ നല്ലപോലെ സ്വീകരിച്ചു, നല്ലപോലെ സന്തോഷത്തോടെ വർത്താനം പറഞ്ഞു, എല്ലാത്തിനും സന്തോഷമാണെന്ന് പപ്പ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പം ഇതെല്ലാം എനിക്ക് ദൈവവിളി ഉണ്ട് എന്നൊരു സൂചനയാണ് എനിക്ക് മനസ്സിലായി. കാരണം എല്ലാ കാര്യങ്ങളും ഇതുവരെ എനിക്ക് നെഗറ്റീവായി നിന്നിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സമയത്ത് ഒരു പോസിറ്റീവായിട്ട് വന്നപ്പോൾ അതൊരു ദൈവവിളി എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട് എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു. അങ്ങനെ ക്യാമ്പ് കഴിഞ്ഞ് ഞാൻ സെമിനാരിയിൽ പ്രവേശിച്ചു. അപ്പം അന്ന് സെമിനാരിൽ പ്രവേശിക്കുമ്പോൾ പോലും എനിക്ക് വളരെ ധൈര്യമില്ലായിരുന്നു, കാരണം ഇത്രയും നാൾ ഒരു ഒറ്റപുത്രനായിരുന്നു. അതിൻ്റെ ഒരു സാഹചര്യത്തിൽ ഇത്രയും പേര് നമ്മുടെ കൂടെ സഹോദരങ്ങളൊക്കെ നിൽക്കുമ്പോൾ എങ്ങനെ അവരോട് മിണ്ടണം, ഇടപെടണം ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹത്താൽ ഞാൻ സെമിനാരിയിൽ പ്രവേശിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറേയേറെ കരഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നീട് അങ്ങോട്ട്
ഒരു ചെറുതായിട്ടിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരയുമായിരുന്നു. പക്ഷെ അങ്ങനെ എനിക്കങ്ങനെ വീട്ടിൽ നിന്ന് വന്നതിൻ്റെ ഒരു വിഷമം, അധികമായ വിഷമമൊന്നും എനിക്ക് പിന്നീട് അനുഭവപ്പെട്ടില്ല. കാരണം എപ്പോഴും ഈശോ എൻ്റെ കൂടെയുള്ളൊരു ഫീലിംഗ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. 2013 ഞാൻ 10 പാസ് ഔട്ട് ആകുന്നത്. ഏകദേശം +1 +2 ശേഷമാണ് ഞാൻ സെമിനാരിയിൽ പോകുന്നത്. ആദ്യം പോയത് നമ്മുടെ ചങ്ങനാശ്ശേരിയുടെ ഹൃദയമാകുന്ന കുറിച്ചി മൈനർ സെമിനാരിയിലേക്കാണ്. അവിടെ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു എനിക്കൊരു ചെറിയ ഒരു ദൈവം തന്നൊരു വലിയൊരു ദാനമാണ്, പാട്ടിൻ്റെ ഗിഫ്റ്റാണ് ഉള്ളത്. പക്ഷേ അത് ഞാൻ സംഗീതം പഠിച്ചിട്ടോ അങ്ങനെയൊന്നും എനിക്ക് കിട്ടിയതല്ല. എനിക്കെപ്പോഴും ദൈവാനുഗ്രഹത്താൽ കിട്ടിയ ഒരു കാര്യമാണ്. എൻ്റെ മമ്മിയോട് പലരും ചോദിക്കും, മോനെ എവിടെ നിന്ന് ഈ പാട്ട് പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കും. മമ്മി പറയുന്നൊരു കാര്യമുണ്ട്, ഈശോ പഠിപ്പിച്ചതാണെന്ന് മമ്മി പറയുന്നൊരു വാക്കുണ്ട്. അപ്പം അത് എന്നെ എപ്പോഴും എൻ്റെ മനസ്സിൽ തട്ടിയിരുന്നു. അപ്പം അങ്ങോട്ടെല്ലാം തന്നെ ആദ്യം എനിക്ക് തുടങ്ങി തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ പാടിയാണ് അവിടെ തുടങ്ങിയത്. നമ്മൾ കൊയർ സെലക്ഷനൊക്കെ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു ഹോം ഫീലായി. അപ്പം നമുക്കുള്ള കുറേ പരിപാടികളൊക്കെ വരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ ചേരുന്നു. അപ്പോൾ എനിക്ക് ഇതൊക്കെ വളരെയേറെ ഒരു പുതുമയുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറി. ഞാൻ അതുവരെ നിന്നിരുന്ന ഒരു സ്കൂൾ അനുഭവമല്ല ഇവിടെ കിട്ടിയത്. ഇവിടെ കുറച്ചുകൂടെയൊക്കെ എൻ്റെ സ്വന്തം അനിയനും ചേട്ടനുമായിട്ട് എന്നെ സ്നേഹിക്കാൻ കുറേ പേര്, എൻ്റെ അപ്പനമ്മയുടെ സ്ഥാനത്ത് നിൽക്കാൻ കുറേ വൈദികർ, ആ ഒരു നിലയിലാണ് ഞാൻ അച്ഛന്മാരെയൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു ഹോം ഫീൽ തന്നെയാണ് വന്നത്. പിന്നീട് ആദ്യം ചേർന്നൊരു സമയത്ത് എനിക്ക് കളിക്കാനോ അങ്ങനെ പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. കാരണം വീട്ടിൽ അങ്ങനെ പരിചയമില്ല. വീട്ടിൽ കുറച്ച് പപ്പായുടെ ഒരു സ്ട്രിക്ട്നെസ് എന്ന് പറയുന്നത് 6 മണിക്ക് വീട്ടിൽ കയറണം, 6 മണിക്ക് കറക്റ്റ് കുരിശ് വരയ്ക്കണം. ഇതൊരു വളരെ വാശിയുള്ളൊരു ആളായിരുന്നു എൻ്റെ പപ്പ. അങ്ങനെ ഞാൻ വീട്ടിൽ 6 മണിക്ക് എന്തായാലും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് കുളിക്കുന്നു, നേരെ പിന്നെ 6 മണിക്ക് നേരെ കുരിശ് വരെ തുടങ്ങുന്നു. അങ്ങനെ ഒരു ജീവിതമാണ്. അതുകൊണ്ട് കളിക്കാനൊന്നും അത്രയും പോയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പേരുടെ കൂടെ കളിക്കുന്നത് സെമിനാരി വന്നിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആദ്യമൊക്കെ മടി പിടിച്ചിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ടൊരു ഹോം ഫീലായി. +2 കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ ഡിഗ്രി, അന്ന് കമ്പൽസറി ആയിരുന്നു ഡിഗ്രി, അങ്ങനെ SP കോളേജിൽ ഞങ്ങൾ ജോയിൻ ചെയ്തു. ഞാൻ എടുത്തത് സയൻസാണ്, സുവോളജിയാണ് ഞാൻ ഡിഗ്രി ആയിട്ട് എടുത്തത്. അത്യാവശ്യം പഠിക്കാനൊക്കെ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ SP കോളേജിൽ ഏകദേശം 3 വർഷക്കാലം ഞങ്ങൾ നിലനിന്നു. ആ ഒരു സമയത്ത് ഫസ്റ്റ് ഇയർ കുറിച്ചി മൈനർ സെമിനാരിയിലും, സെക്കൻഡ് ഇയർ ഡിഗ്രി നിരണം സെമിനാരിയിലും, പിന്നെ തേർഡ് ഇയർ വീണ്ടും ഞങ്ങൾ കുറിച്ചി സെമിനാരിയിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾക്ക് സെമിനാരിയിലെ ഒരു മാറ്റം ഉണ്ടായിരുന്നു ഓരോ വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ആ ഒരു സമയത്തൊക്കെ എനിക്ക് കോളേജിലും വലിയ വലിയ അവസരങ്ങൾ കിട്ടി. അത് എവിടെ ചെന്നാലും ദൈവം എന്നെ കുറേയേറെ വളർത്തുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ പതുങ്ങി നിന്നെങ്കിലും എൻ്റെ മുഴുവൻ കഴിവ് എങ്ങനെയെങ്കിലും എടുക്കാൻ വേണ്ടി ദൈവം നോക്കിയപ്പോൾ എനിക്ക് തോന്നി. കാരണം എൻ്റെ പല കഴിവുകളും ഞാനങ്ങനെ പൊതുവെ അങ്ങനെ മുൻപേ വരാത്തൊരു കൂട്ടായിരുന്നു. കാരണം പള്ളിയിലൊക്കെ ആണെങ്കിൽ പോലും ഒരു 10ലും +1 +2ലൊക്കെയാണ് പാട്ട് പാടാനൊക്കെ ഞാൻ മുമ്പിലോട്ട് വരുന്നത്. അതിന് മുമ്പായിട്ട് ഞാനിങ്ങനെ പതുങ്ങി നിന്നിരുന്നൊരു കൂട്ടായിരുന്നു. അപ്പോൾ പിന്നീട് കോളേജിലൊക്കെ എനിക്ക് കുറേയേറെ അവസരങ്ങൾ കിട്ടി. ദൈവം എന്നെ കുറേ വളർത്തി. ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു സുവോളജിയൊക്കെ നന്നായിട്ട് പഠിക്കാനും അന്നത്തെ പ്രത്യേകിച്ച് പഠനത്തിൽ നല്ല ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാനും എനിക്ക് സാധിച്ചു SP കോളേജ് വെച്ച്. അതും ഞാൻ വിചാരിക്കുന്നത് എനിക്കൊരു മോട്ടിവേഷൻ കർത്താവ് തന്നതാണ്. അതായത് നിനക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഒരു പോസിറ്റീവ് തരുന്നത് ഒരു ഉറപ്പായിട്ട് എനിക്ക് ദൈവവിളി ഉണ്ട് എന്നൊരു തെളിവ് എന്ന നിലയിലാണെന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു. ഇതിൻ്റെ ഡിഗ്രി സമയത്തിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ കുറേയേറെ ചിന്തിക്കുമായിരുന്നു. അതായത് ഞങ്ങളുടെ ബാച്ചിലുള്ള കുറേ പേര് ബാച്ചിൽ നിന്ന് പതുക്കെ ഞങ്ങളുടെ ബാച്ചിൽ ഏകദേശം 25-ൽ കൂടുതൽ പേരുണ്ടായിരുന്നു ആദ്യം ഡിഗ്രി ചേർന്നപ്പം. അതിൽ നിന്ന് ഓരോ 2-3 മാസം കൂടി ഇരിക്കുമ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോകുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ചിന്തിക്കുമായിരുന്നു, അയ്യോ ഇങ്ങനെയൊക്കെ പോകുന്ന അവരും ചിന്തിച്ചാണല്ലോ. അവരൊപ്പം ഒരിക്കലും ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട്, നമുക്ക് സന്തോഷമില്ലെങ്കിൽ നമുക്ക് ആ ജീവിതം വെറുതെ നമ്മൾ ജീവിക്കുക, അതുകൊണ്ട് സന്തോഷമില്ലെങ്കിൽ നമ്മൾ പോകണം. അപ്പം ഞാനും ചിന്തിച്ചു ഇങ്ങനെ, എനിക്ക് സന്തോഷമുണ്ടോ? അങ്ങനെ കുറേ ചിന്തിച്ചപ്പോൾ എനിക്കങ്ങനെ ഒരു ഉത്തരവും കിട്ടുന്നില്ല. ഞാൻ ഒരിക്കൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഒരിക്കൽ നമ്മൾ വീട്ടിൽ നിന്ന് സെമിനാരിലേക്ക് ഓരോ അവധി കഴിഞ്ഞ് തിരിച്ചു പോകുമല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആ വീട്ടിനോട് അറ്റാച്ച്മെൻറ്റ് വീണ്ടും വരും, പിന്നെ പോകാൻ തോന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ അവസാനം ദിവസം എണ്ണയൊക്കെ ഇരിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്, ഓരോ ദിവസവും എണ്ണ ഇരിക്കുന്ന ഓർക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ദിവസം അന്ന് കുർബാനയ്ക്ക് ശേഷം വൈകുന്നേരം എൻ്റെ പള്ളിയിലുള്ള മാവിൻ ചുവട്ടിൽ വന്നിരുന്നിട്ട് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ നല്ല കാറ്റുള്ള സമയമായിരുന്നു, അപ്പോൾ ഉറപ്പായിട്ട് ഒരു ഇല വീഴുമെന്ന് എനിക്ക്, ഒരിലയെങ്കിലും വീഴുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പിൽ ഞാൻ ഈശോയോട് പറഞ്ഞു, ഒരില വീഴുവാണെങ്കിൽ ഞാൻ ഇനി സെമിനാരിൽ പോവില്ല, അതിൻ്റെ തീരുമാനം എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞ് ഈശോയോട് ചോദിച്ചു. പക്ഷേ ദൈവാനുഗ്രഹത്താൽ ഒരില പോലും അന്ന് വീണില്ല. ആ ഒരു സമയത്തേക്ക് ഇല പോലും വീണില്ല. അപ്പം ഞാൻ തിരിച്ച് ചിന്തിച്ചു, എന്തായാലും ഇലയെല്ലാം പൊഴിഞ്ഞൊരു കാലഘട്ടം ഒരു സമയമായിരിക്കും, അതുകൊണ്ട് ഇനിയും നമുക്കൊരു കാര്യം ചെയ്യാം, എന്നാൽ ഈശോയെ ഇനി ഇലയൊന്നും പൊഴിയാതിരിക്കണം,
ഒരു നേരത്തേക്ക്, അതായത് 1 മിനിറ്റ്, ഒരു 2-3 മിനിറ്റത്തേക്ക് ഇല പൊഴിയാതിരിക്കണം. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ആ ഒരു സെക്കൻഡിൽ തന്നെ ഒരു വലിയൊരു കാറ്റ് വീഴുകയും കുറേ ഇല പൊഴിഞ്ഞ് വീഴുകയും ചെയ്തു. അതെന്നെ വളരെ അത്ഭുതപ്പെടുത്തി. ഞാനന്ന് കർത്താവിനോട് കുറേ തിരിച്ചു പറഞ്ഞു, നന്നായി, എന്നെ വിടാതിരിക്കാൻ വേണ്ടി തന്നെയുള്ള പണിയാണ്, അതായത് ഇനിയും സെമിനാരിയിൽ തന്നെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാനുള്ള പണിയാണെന്നൊക്കെ പറഞ്ഞ് കർത്താവിനോട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ. പക്ഷേ ഇതൊക്കെയാണ് എന്നെ വീണ്ടും വീണ്ടും പ്രചോദിപ്പിച്ചത്. ഈ ചെറിയ കാര്യങ്ങളിലൂടെ കർത്താവിനെ കുറേയേറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എവിടെ ചെന്നാലും. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഡിഗ്രി എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ ഫിലോസഫിക്കായിട്ട് പോവുകയാണ്. ഫിലോസഫിക്കായിട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ബാച്ചിലേക്ക് കുറേയേറെ പേര്, 2-3 പേരും കൂടെ ചേർന്നു. കാരണം ഡിഗ്രി കഴിഞ്ഞവരൊക്കെ ഞങ്ങളുടെ 4th ഇയർ സിസ്റ്റത്തിൽ നിന്നിട്ട് ഞങ്ങളുടെ ബാച്ചിലേക്ക് വന്നവരുണ്ട്. ഏകദേശം 2019 ഞാൻ ഫിലോസഫിക്കായിട്ട് പോകുന്നത്. ഫിലോസഫി ഞാൻ പോകുന്നത് കുന്നോത്ത് മേജർ സെമിനാരിയിലേക്കാണ്. പ്രത്യേകിച്ച് വീട്ടിൽ നിന്നും നല്ല ദൂരെയാണ്. ഒരു തലശ്ശേരി ആ ഒരു സ്ഥലം കേട്ടപ്പോഴും തന്നെ എൻ്റെ പപ്പായും മമ്മിയും വളരെയേറെ സങ്കടപ്പെട്ടു. കുറിച്ചിയിലാണെങ്കിൽ അവരെന്നും ഓട്ടോ കയറി അവിടെ വരുമായിരുന്നു. ഞാൻ തലശ്ശേരിയിൽ എങ്ങനെ വരും എന്ന് അവർ ചിന്തിച്ചു. നിർഭാഗ്യവശാൽ എൻ്റെ ബാച്ചിൽ, അതായത് ഒറിജിനൽ ബാച്ചിലുണ്ടായിരുന്ന ഞാൻ ഒറ്റയ്ക്കാണ് കുന്നോത്തിലേക്ക് എൻ്റെ പേര് വീണത്. പിന്നെ നമ്മുടെ ബാച്ചിലേക്ക് പുതിയതായിട്ട് ചേർന്ന ഒരാൾ എൻ്റെ കൂടെ വന്നു. അങ്ങനെ ഞങ്ങൾ 2 പേര് ആണ് ആ ഒരു ബാച്ചിൽ ഞങ്ങൾ അങ്ങോട്ട് പോയത്, കുന്നൂത്ത് സെമിനാരിയിലേക്ക്. എനിക്കും ആദ്യം കുറേയേറെ പരിഭവങ്ങളുണ്ടായിരുന്നു. കാരണം കുന്നൂത്ത് സെമിനാരി അവിടെ വീടുമായിട്ട് വലിയൊരു കോണ്ടാക്റ്റ് ഇല്ല, എപ്പോൾ വിളിച്ചാലും ആരും വരത്തൊന്നുമില്ല. ട്രെയിൻ കയറുക എന്നൊരു വലിയൊരു സന്തോഷം എനിക്കുണ്ട്. കാരണം ജീവിതത്തിൽ ആകെ 2 പ്രാവശ്യം ട്രെയിൻ കയറിയിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു സന്തോഷം എനിക്കുണ്ട്. അങ്ങനെ ഫിലോസഫിക്കായിട്ട് വളരെ തീക്ഷ്ണതയോടെയൊക്കെ ഒരു ദിവസമൊക്കെ ട്രെയിൻ കയറി അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നീട് ഞാൻ ഉത്കണ്ഠാകുലനായ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല. കാരണം ഞാൻ വിചാരിച്ചു ഏകദേശം 1 മാസം കഴിയുമ്പോൾ ഞാൻ തലശ്ശേരിയിൽ നിന്ന് വിട്ടു പോകും. ഫിലോസഫിക്കാണ്, എന്തായാലും ഇത്രയും ദൂരത്തൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് ഇത്രയും ദൂരെ, പപ്പായുടെ മമ്മിയുടെ ഇത്രയും ദൂരെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ട് പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കതും ഒരു ഹോം ഫീലിംഗ് തന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ആ ബാച്ചിനോട് വളരെയേറെ ഞാൻ അടുത്തു. കാരണം പെട്ടെന്ന് തന്നെ അടുത്തു. എല്ലാ പരിപാടികൾക്കും കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി. ഫിലോസഫി പ്രത്യേകിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യം, ഞാനങ്ങനെ നാടകം ഒക്കെ കളിക്കുമെങ്കിൽ പോലും അങ്ങനെ വലുതായിട്ടൊന്നും മുൻപന്തിയിലോട്ട് അങ്ങനെ വന്നിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ ആ സാഹചര്യത്തിൽ അവിടെ ഒരു ഇംഗ്ലീഷ് ഡ്രാമ വരികയും, കൊറോണ സമയത്താണ്, പക്ഷേ ഇംഗ്ലീഷ് ഡ്രാമ വരികയും അവിടുത്തെ പ്രധാന കഥാപാത്രം ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം എനിക്ക് ചെയ്യാൻ സാധിച്ചു. ആ ഒരു സമയത്ത് ഏകദേശം 2.5 മണിക്കൂറോളം ഡ്രാമയ്ക്കകത്ത് ആ ഡയലോഗുകളെല്ലാം കാണാപ്പാടം പഠിച്ച് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു എങ്ങനെ ഞാൻ കാണാപ്പാടം പഠിച്ചതെന്ന്. കുറേ അച്ഛൻ്റെ നിന്ന് വഴക്കൊക്കെ കേട്ട ഓർമ്മയുണ്ട്. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചിന്തിച്ചു, ഇത് ഞാൻ തന്നെയാണോ ചെയ്തതെന്ന് ചിന്തിച്ചു. കാരണം ഞാൻ സാധാരണ പാട്ട് പാടും, പിന്നെ അവിടെ ഇവിടെയൊക്കെ പ്രസംഗിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്, നമ്മൾ കാണാതെ പഠിച്ച്. പക്ഷേ ഇങ്ങനെയൊരു മേഖലയിൽ ഞാൻ ഒരിക്കലും, അതും കേന്ദ്ര കഥാപാത്രമൊക്കെ ആയിട്ട് നിൽക്കുക, എനിക്ക് ഒരിക്കലും ചിന്തിക്കുകയും കൂടെ മേലായിരുന്നു. പക്ഷേ കുന്നോത്തുനിന്ന് ഞാൻ പഠിച്ചിട്ട് വരുമ്പോൾ എനിക്ക് വളരെ അഭിമാനമുണ്ട്. എന്നോട് തന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ തന്നെ ആയിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളിലും എനിക്ക് എല്ലാ കാര്യങ്ങളും ഒരു കയ്യൊപ്പ് ചേർക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെ അച്ഛന്മാർക്കൊക്കെ ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ എനിക്കതും ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ്. ആ ഒരു സമയത്തും നമ്മൾ കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ടുണ്ട്. കാരണം ഫിലോസഫിയുടെ സമയത്ത് ഞാൻ കുറേ ചിന്തിച്ചിരുന്നു എൻ്റെ കാര്യത്തെക്കുറിച്ച്. നമുക്ക് തിരിച്ചു പോകാം, ഫിലോസഫി കഴിഞ്ഞാൽ എൻ്റെ ഒരു അങ്കിൾ എന്നോട് പറഞ്ഞു, ഫിലോസഫി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകരുത്, ഫിലോസഫി വരെ നമുക്ക് ചിന്തിക്കാനുള്ള കാലഘട്ടമാണ്. അങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കുറേ ചിന്തിച്ചിരുന്നു. ഫിലോസഫി സമയത്തും എന്നാൽ ഒരിക്കൽ നമുക്ക് വിട്ടു പോകാം എന്ന് ചിന്തിച്ചിരുന്നു. പക്ഷേ ആ ഫിലോസഫിയുടെ അവസാനം, റീജൻസിയുടെ മുൻപ് വരെ എൻ്റെ ഒരു ചിന്തയും മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് റീജൻസിയിലേക്ക് വന്നപ്പോൾ ഞാൻ ഈ ചിന്തയെല്ലാം മാറ്റാൻ വേണ്ടിയാണ് തോന്നുന്നത് കർത്താവ് എനിക്ക് അങ്ങനെയൊരു വലിയൊരു കാര്യം തന്നത്. ഞാൻ റീജൻസി ആദ്യം ചെയ്യുന്നത് നമ്മുടെ അഭിമന്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിൻ്റെ കൂടെയായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പിതാവിനോട് റീജൻസി ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ആ ഒരു സമയത്ത് എൻ്റെ മനസ്സ് മുഴുവനും വളരെയേറെ ടെൻഷനൊക്കെ ഉള്ളൊരു സമയമായിരുന്നു. എങ്ങനെയെങ്കിലും എന്നാൽ റീജൻസിയുടെ മുമ്പ് പോകാമെന്നൊരു അവസ്ഥ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതൊന്ന് കളയാൻ വേണ്ടി അന്ന് കർത്താവ് പെരുന്തോട്ട പിതാവിൻ്റെ തന്നെ തന്നത്. കാരണം പെരുന്തോട്ട പിതാവിൻ്റെ കൂടെ എപ്പോഴും നമുക്ക് കൊറോണ സമയം അങ്ങോട്ട് തീരുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ മിക്ക പരിപാടികളൊക്കെ വരുന്ന സമയമാണ്. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയം എന്നെ കൂടുതൽ വളർത്തിയെന്ന് ഞാൻ പറയും. കാരണം ഇത്രയും നാളും ഞാൻ പരിപാടികളായിട്ട് ഓടിയ ഞാൻ അച്ഛന്മാരായാൽ പരിപാടികൾ മാത്രമല്ല പ്രാർത്ഥന ജീവിതത്തിൽ വേണമെന്ന് എന്നെ പഠിപ്പിച്ച ഒരു സമയമായിരുന്നു പെരുന്തോട്ട പിതാവിൻ്റെ കൂടെയുള്ളൊരു സമയം. അതിന് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ച ഒരാളായിട്ട് കാണുന്ന ഒരു വ്യക്തിത്വമാണ് അഭിമന്യ മാർ ജോസഫ് പെരുന്തോട്ട പിതാവ്. കാരണം പിതാവിൻ്റെ എത്ര തിരക്കേറിയ സമയങ്ങളാണെങ്കിൽ പോലും പിതാവ് യാമപ്രാർത്ഥന മുടക്കില്ല, ന്യൂസ് പേപ്പർ വായിക്കൽ മുടക്കില്ല, പേഴ്സണൽ പ്രെയർ മുടക്കില്ല. ഈ കാര്യങ്ങളൊക്കെ എന്നെ കുറേയേറെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അന്ന് ചെറിയ സംഭവം ഞാൻ പങ്കുവയ്ക്കാം.
പിതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ രസകരമായ അനുഭവങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഈ രാവിലെ 4:30 എഴുന്നേറ്റ് 4:45 എഴുന്നേറ്റ് നടക്കാൻ പോകുന്നതൊക്കെ ഒത്തിരി പാടുള്ളൊരു മനുഷ്യനായിരുന്നു രാവിലെ എഴുന്നേൽക്കുന്നത്. പക്ഷേ പിതാവിൻ്റെ കൂടെയൊക്കെ എനിക്ക് പോകാൻ സാധിച്ചു ആ സമയത്ത് നടക്കാനൊക്കെ രാവിലെയൊക്കെ. അതൊരു രസകരമായ അനുഭവമാണ്. എനിക്ക് ഒരു സമയത്ത് എനിക്ക് വയറിൻ്റെ വേദനയൊക്കെ ഇടയ്ക്ക് വരും. അതിന് ഗ്യാസിൻ്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് നേരത്തെ തൊട്ടേ ആ ഒരു സാഹചര്യമുണ്ട്. അപ്പം ഞാൻ എനിക്കിത് മടുത്തു. കാരണം രാവിലത്തെ 4:45 എഴുന്നേറ്റ് നടക്കുന്നു, പിന്നെ ബാക്കി പരിപാടികൾക്കൊക്കെ പിതാവിനോട് ഓടുന്നു. അത് എനിക്ക് ഒത്തിരിയേറെ മടുപ്പുണ്ടാക്കി. ചില സാഹചര്യത്തിൽ നമുക്ക് ക്ഷീണമാകും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഓർത്തുന്ന പിതാവിനോട് പറയാം എനിക്കൊരു വയറുവേദനയാണ്, അതുകൊണ്ട് ഒരാഴ്ച ഞാൻ പിതാവിൻ്റെ കൂടെ നടക്കാൻ വരുന്നില്ല എന്ന് പറയാമെന്ന് വിചാരിച്ചു. ഒരു ദിവസം രാത്രി പിതാവിൻ്റെ അടുത്ത് വെള്ളമൊക്കെ വെച്ച് ഞാൻ തിരിച്ചു വന്ന് പിതാവിനോട് പറഞ്ഞു, പിതാവേ എനിക്കിങ്ങനെ വയറിൻ്റെ ഒരു അസ്വസ്ഥതയുണ്ട്, അപ്പം രാവിലെയൊക്കെ ചില താമസിച്ച് എഴുന്നേറ്റ് അത് മാറുമായിരിക്കും, അതുകൊണ്ട് പിതാവേ എനിക്ക് ഒരാഴ്ചത്തേക്ക് ഞാൻ പിതാവിനോട് നടക്കാൻ വരണോ എന്ന് ചോദിച്ചപ്പം പിതാവ് ഉടനെ ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് പോയി. അപ്പം ഞാൻ ഓർത്തു ഞാൻ പറഞ്ഞതിൽ എന്തോ ഒരു തെറ്റുണ്ട്, ഇങ്ങനെ പറയരുതായിരുന്നു എന്ന് വിചാരിച്ച് ഞാനവിടെ പേടിച്ച് നിന്നപ്പം പിതാവ് വലിയൊരു ഗുളികയുടെ പാക്കറ്റ് കൊണ്ടാണ് വരുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ ഗുളിക കഴിച്ചിട്ട് രാവിലെ നടക്കാൻ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ സമയത്ത് ഇത് പറയണ്ടായിരുന്നല്ലോ, വെറുതെ നമുക്ക് നടന്നു പോയാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷേ പിതാവിൻ്റെ ആ ഒരു നിഷ്കളങ്കതയാണ്. പിതാവ് എല്ലാ കാര്യത്തിനും എത്ര തിരക്കാണെങ്കിൽ പോലും നമ്മൾ ഭക്ഷണം കഴിച്ചോ നമ്മളിപ്പം വെള്ളം കുടിച്ചോ അതുപോലും തിരക്കുമായിരുന്നു. അപ്പം എനിക്ക് ഒത്തിരിയേറെ എൻ്റെ മനസ്സിൽ എപ്പോഴും പ്രചോദനം നൽകിയ വ്യക്തിത്വമായിരുന്നു അഭിമന്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ്. അതിനുശേഷം ഞാൻ റീജൻസി ചെയ്യുന്നത് നമ്മുടെ കുറിച്ചി മൈനർ സെമിനാരിയിലാണ്. അതും വളരെ അവിചാരിതമായി കിട്ടിയ ഒരു റീജൻസി ഡ്യൂട്ടിയാണ്. പ്രത്യേകിച്ച് എനിക്ക് ഇതുവരെ കൈവെക്കാത്തൊരു മേഖലയാണ് അക്കൗണ്ടിങ്. എനിക്ക് കണക്ക് ഒത്തിരിയേറെ ഇഷ്ടമില്ലാത്തൊരു മേഖലയാണ്. പക്ഷേ അവിടെ ഇത്രയും കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിച്ചു. മൈനർ സെമിനാരി ആയിരുന്നപ്പോൾ പ്രത്യേകിച്ച് ഇത്രയും നാളും കളിയില്ലാതെ ഇഷ്ടപ്പെടാത്ത ഒരാൾ അന്നത്തെ ബാച്ച് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അവരെ എല്ലാവരും വൈകുന്നേരം വരുമ്പോൾ വോളിബോൾ കോച്ചിങ് അറിയത്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാഠം പഠിപ്പിക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ദൈവം എന്നെ കുറേ വളർത്തിയത് ഞാൻ ഓർക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഒക്കെ പോകാൻ ആ ഒരു സമയത്ത് സാധിച്ചിട്ടുണ്ട്. കുറച്ച് മൈനർ സെമിനാറിലാണെങ്കിലും അന്ന് ബഹുമാനപ്പെട്ട താനമാമൂലച്ചനായിരുന്നു റെക്ടർ. അച്ഛൻ ഫുൾ ഫ്രീഡം, ഫുൾ സ്വാതന്ത്ര്യം എനിക്ക് തന്നു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് മിക്ക കാര്യങ്ങളും ചെയ്യാൻ ഞാൻ ഓടി നടന്നു. എൻ്റെ മാക്സിമം എഫേർട്ട് ഞാൻ എടുത്തിട്ടുണ്ട് മൈനർ സെമിനാരിയിൽ. അതുപോലെ തന്നെ എല്ലാവരോടും സ്നേഹബന്ധത്തിലായിരിക്കുവാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ദൈവാനുഗ്രഹത്തിൽ അങ്ങനെ തന്നെ ആണ് ഞാൻ ആ റീജൻസി പൂർത്തിയാക്കുന്നത്. പിന്നെ ഞാൻ പ്രവേശിക്കുന്നത് എൻ്റെ ദൈവശാസ്ത്ര പഠനത്തിലേക്കാണ്. എനിക്ക് പിതാവ് ഇത് തിരഞ്ഞെടുക്കുന്ന ആ സമയത്ത് എന്നോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, വീട് ഒത്തിരി അടുത്തായതുകൊണ്ട് ഇച്ചിരി ദൂരെയുള്ള സ്ഥലമാണ് തരുന്നതെന്ന് പറഞ്ഞ് എനിക്ക് തന്ന സെമിനാരി എന്ന് പറയുന്നത് പടവാതൂർ സെമിനാരിയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 15 മിനിറ്റേ ഉള്ളൂ ദൂരം. അപ്പം ഞാൻ ഓർത്തു സന്തോഷമായി, കാരണം ഫിലോസഫി ഇത്രയും ദൂരത്ത് പഠിക്കാൻ പറ്റിയതുകൊണ്ട് നമുക്ക് തിയോളജി ഇത്രയും അടുത്ത് തന്നെ കിട്ടി എന്ന് വിചാരിച്ച് പടവാതൂർ സെമിനാരി എനിക്ക് കുറേ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ തൊട്ടടുത്താണെങ്കിൽ ഇതുവരെ എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ സെമിനാരിയിൽ പോയിട്ട് എനിക്ക് ഒത്തിരിയേറെ എന്നെ മാറ്റിയ സെമിനാരിയാണ് ഞാൻ പറയും. കാരണം എന്ന് ചോദിച്ചാൽ ഞാൻ കുന്നോത്തൊക്കെ ആയിരുന്നപ്പോൾ കുറേ പരിപാടികളിൽ മുഴുകുമായിരുന്നു. പരിപാടികളായിട്ട് ഓടി നടക്കുമായിരുന്നു. നാടകം, പാട്ട്, പ്രസംഗം എല്ലാം ഓടി നടക്കുമായിരുന്നു. നമുക്ക് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് ഒരു സമയം അങ്ങോട്ട് മാറ്റി വെക്കുന്ന ഒരു രീതി എനിക്കില്ലായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി സ്വന്തം സമയം നമുക്കൊന്ന് വെക്കുന്ന ഒരു സാഹചര്യം എനിക്കില്ലായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ സെമിനാരിലോട്ട് കയറുന്നതിന് മുമ്പ് ഞാൻ ഉറപ്പിച്ചു, ഇനി ഒരു പരിപാടികൾക്കും ഇല്ല, വല്ലതും ചെറിയ പരിപാടികൾക്ക് വല്ലതും ചേരും, പിന്നെ നേരെ പഠനം, പ്രാർത്ഥന, ആ രീതിയിൽ പോകാം. അതായത് തിയോളജി നന്നായിട്ട് പഠിക്കണം എന്നെനിക്ക് 100% എനിക്കൊരു വളരെ തീക്ഷ്ണതയോടുകൂടിയാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഞങ്ങളുടെ ആദ്യത്തെ ആനിമേറ്റർ ബഹുമാനപ്പെട്ട കൊച്ചുപറമ്പിൽ വർഗീസ് അച്ഛനാണ്. അച്ഛൻ കാഞ്ഞിരപ്പള്ളി രൂപതാംഗമാണ്. അച്ഛനെക്കുറിച്ച് ഞങ്ങൾ അവിടെ വന്നപ്പം കേട്ടു, അച്ഛൻ നല്ലൊരു ഫോർമേറ്ററാണ്. ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു, അയ്യോ ഇത് പണിയാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പം ഈ ബഹുമാനപ്പെട്ട കൊച്ചുപറമ്പിലച്ഛൻ ആദ്യം വന്നപ്പോഴേ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഞായറാഴ്ചകളിൽ പ്രസംഗ പരിശീലനം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആ സാഹചര്യത്തിലൊക്കെ ഞാൻ ഓർത്തു, അയ്യോ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ പരിപാടികളിൽ നിന്നൊക്കെ മാക്സിമം ഒഴിഞ്ഞു നിൽക്കാൻ നോക്കി ആദ്യത്തെ സമയത്ത്. പക്ഷേ അച്ഛൻ ചെയ്തത് അവിടെയുള്ള എല്ലാ പരിപാടികളും എൻ്റെ പേര് എഴുതിയിട്ടു. ഇപ്പോൾ ഉദാഹരണം നാടകം ആദ്യം വന്നു, ആ ജൂബിലിക്ക് കളിച്ചു, അതിന് എൻ്റെ പേര് എഴുതിയിട്ടു. അങ്ങനെ ഞാൻ ഫ്രാൻസിസ് CC ആയിട്ട് ആദ്യം കയറി. പിന്നീട് അങ്ങോട്ട് ബാച്ച് ഡ്രാമ വന്നു, അവിടെ എൻ്റെ പേര് എഴുതിയിട്ടു. പിന്നെ കുറച്ചൊരു പ്രസംഗ മത്സരം വന്നു, അവിടെ എൻ്റെ പേര് എഴുതിയിട്ടു. കലോത്സവത്തിൽ ഒരു ഐക്കൺ പ്ലെയർ എന്ന നിലയിൽ അവിടെയും എൻ്റെ പേര് വന്നു. ഉള്ളിടത്തെല്ലാം എൻ്റെ പേരുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന്
കുന്നോത്ത് എന്തൊക്കെ ചെയ്ത് അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ഇവിടെ ചെയ്യേണ്ടതായിട്ട് വന്നു. പ്ലസ് ആദ്യത്തെ ഫസ്റ്റ് ഇയർ തിയോളജിയിൽ അതെന്നെ ആദ്യം എനിക്ക് വളരെയേറെ കഷ്ടപ്പാടായിരുന്നു. കാരണം ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ വളരെയേറെ ടയേർഡാവും, നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഇരിക്കെ ഞാൻ കുറേയേറെ അച്ഛനോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അച്ഛൻ ഞാൻ ഇതിനൊന്നും ഇല്ല. അപ്പം അച്ഛൻ പറയും മെൽബിൻ പോയിട്ട് ചാപ്പലിൽ പോയിരിക്കുക, എന്നിട്ട് ചിന്തിക്കുക. അപ്പോൾ ആ രീതിയിലൊക്കെ ഞാൻ ചാപ്പലിൽ പോയിരുന്ന ഓർമ്മയുണ്ട്. എന്നിട്ട് ഞാൻ ചാപ്പലിൽ പോയിരുന്ന തീരുമാനമൊന്നും പറയാഞ്ഞപ്പം അച്ഛൻ എന്നെ ഇറക്കിക്കൊണ്ട് നാടകത്തിന് പ്രാക്ടീസിനൊക്കെ പോകുന്നത് ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ ഫസ്റ്റ് ഇയർ പോയി സെക്കൻഡ് ഇയറിലേക്ക് പ്രവേശിച്ചപ്പം എനിക്ക് വലിയൊരു എൻ്റെ ജീവിതത്തിലെ എനിക്ക് തോന്നുന്നു ഞാൻ അനുഭവിച്ച ഒരു ഏറ്റവും ഹാർഡ് സിറ്റുവേഷൻ ആണെന്ന് ചോദിച്ചാൽ അതാണ്. സെക്കൻഡ് ഇയറിലേക്ക് കിടക്കുന്ന അതായത് കാറോയപ്പട്ടം എല്ലാം കിട്ടി. ഞാനൊരു ദിവസം നല്ലപോലെ ഒരു ക്യാമ്പൊക്കെ എടുത്ത് എൻ്റെ പള്ളിയിൽ ചോസൻ എന്ന് പറഞ്ഞ് അങ്ങനെ ക്യാമ്പൊക്കെ എടുത്ത് ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു പനി പിടിച്ചു. പനി പിടിച്ചതിന് ശേഷം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു നടുവിൻ്റെ ബൾജ് ഉണ്ടായിരുന്നു. നടുവ് വെട്ടി എനിക്കൊരു പെട്ടെന്ന് കിടപ്പിലാവുകയായിരുന്നു ഞാൻ ചെയ്തത്. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ വളരെയേറെ സങ്കടപ്പെട്ടു. കാരണം എനിക്ക് ഈ നടുവ് വേദന അല്ലെങ്കിൽ നടുവ് പോയി അല്ലെങ്കിൽ ബൾജായിട്ട് ഞാൻ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഞാൻ വീണിട്ടൊന്നുമല്ല, ചെറുതായിട്ടൊന്ന് തുമ്മി. ഈ തുമ്മിയതിന് ശേഷമാണ് എനിക്ക് ഇത്രയേറെ പ്രശ്നം ഉണ്ടാകുന്നതും L5 ആ ഒരു റീജിയനും ബൾജായി, അത് ഇച്ചിരി കൂടുതൽ ബൾജായി. അപ്പം അങ്ങനെ കിടന്നൊരു സാഹചര്യം. അപ്പോൾ നമ്മുടെ അലോപ്പതി ഡോക്ടേഴ്സ് സർജറി പറഞ്ഞു. എൻ്റെ പപ്പായും മമ്മിയും ഒത്തിരിയേറെ സങ്കടപ്പെട്ടു. കാരണം സെമിനാരി ഇനിയും 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ച് കയറണം, സെക്കൻഡ് ഇയറിലേക്ക് കയറണം. ഞാനും സങ്കടപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് 100% ഉറപ്പ്. കാരണം ഇതൊരു വലിയൊരു സൈനാണ്, ദൈവവിളിയില്ല. കാരണം നമ്മൾ ലോഹയൊക്കെ സ്വീകരിച്ചു, പക്ഷേ ഇതൊരു വലിയ സാഹചര്യമായിരിക്കും എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിലൂടെ പോയി. എൻ്റെ മനസ്സിലൂടെ കുറേയേറെ ചിന്തകൾ പോയി. ആ ഒരു സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വളരെയേറെ വേദനിച്ചുകൊണ്ടാണ് MRI എടുക്കാൻ പോകുന്നത്. കുറേ നാൾ ഒരു ഏകദേശം ഒരാഴ്ചയോളം ഞാൻ കാരിത്താസിൽ പോയി രാവിലെ അഡ്മിറ്റായിട്ട് തിരിച്ചു വരും, പെയിൻ കില്ലറൊക്കെ എടുത്ത് അങ്ങനെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് MRI എടുത്തതിന് ശേഷം എന്നെ പെട്ടെന്ന് വിളിപ്പിച്ച് അങ്ങനെ കാരിത്താസിലെ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ഓർമ്മയുണ്ട്. ഡോക്ടറിനോട് ഇത്രേ ചോദിച്ചുള്ളൂ, വേദനയല്ലേ, നാളെ തന്നെ സർജറി ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പപ്പ സമ്മതിച്ചു, കരഞ്ഞുകൊണ്ട് സമ്മതിച്ചു. നാളെ തന്നെ ഉറപ്പായിട്ടും ഡോക്ടറെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പപ്പായെ നോക്കി, എന്തറിഞ്ഞിട്ടാണ് സർജറിയൊക്കെ ഓക്കെ എന്ന് പറഞ്ഞതെന്നൊക്കെ ഞാൻ പപ്പായെ നോക്കി. കാരണം എനിക്കൊരു ഇഞ്ചക്ഷൻ പോലും പേടിയുള്ള വ്യക്തിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇനി സർജറി. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് ഓർക്കാനും കൂടെ വരില്ല, കാരണം ഞാൻ അത്രയേറെ കരഞ്ഞൊരു ദിവസമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എനിക്കൊന്ന് ഞങ്ങളുടെ പ്രൊഫസർ അച്ഛനായ വലിയകുന്നമ്പ്ര അച്ഛൻ എനിക്കൊന്ന് തറയിപ്പിതാവിനോട് വിളിച്ച് ഈ കാര്യം പറഞ്ഞു. എനിക്കിങ്ങനെ സർജറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് പിതാവാണ് രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, മെൽബിൻ ഒരു കാര്യം പോലും എന്നെ അറിയിക്കാതെ ചെയ്യരുത്, സർജറി ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതാണ് ഇപ്പോഴും എന്നെ പിടിച്ചു നിർത്തിയത്. അന്ന് ഞാൻ സർജറി ചെയ്തിട്ടില്ല. അന്ന് തൊട്ട് ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ആ ഒരു തീരുമാനം വളരെ നല്ലതായിരുന്നു, ദൈവത്തിൻ്റെ ഒരു തീരുമാനമായിരുന്നു ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു. കാരണം ആ നടുവിൻ്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റു. അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ റെക്ടറായിരുന്ന അച്ഛനോട് പോലും ചോദിച്ചിട്ടുണ്ട് ഞാൻ ബ്രേക്ക് എടുത്തോട്ടെ. കാരണം എന്തായാലും ജൂൺ കഴിഞ്ഞപ്പോഴാണ്, ജൂലൈ മാസത്തിലാണ് ഏകദേശം നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ സാഹചര്യത്തിൽ ഞാൻ ചോദിച്ചു, എന്തിനാണ് വെറുതെ സിലബസൊക്കെ പോയി ഇനിയും എന്നോട് അങ്ങോട്ട് ചേരാൻ പറയത്തില്ലെന്ന് വിചാരിച്ചു അച്ഛനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അച്ഛൻ പറഞ്ഞു, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട, സെമിനാരിൽ നിന്നും എനിക്ക് 100% ഒരു പ്രോത്സാഹനം കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ രൂപതയൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പിതാക്കന്മാരൊക്കെ എല്ലാ ദിവസമൊക്കെ വിളിച്ച് ചോദിക്കുമായിരുന്നു എന്തൊക്കെയുണ്ട്, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ എന്നെ വളരെയേറെ ഒരു മോട്ടിവേറ്റ് ചെയ്തൊരു ഘടകമാണ്. അങ്ങനെ ആയുർവേദ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ എൻ്റെ ഒരു ചിന്തയെന്ന് പറയുന്നത്, ഞാൻ ഒറ്റമകനാണല്ലോ, അപ്പം ഭാവിയിൽ എനിക്ക് ആരും കാണത്തില്ല, ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ ആരും എന്നെ തിരിഞ്ഞു നോക്കില്ല എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യം ഒന്ന് മാറ്റാൻ വേണ്ടിയായിരിക്കും കർത്താവ് ഈ ഒരു വലിയൊരു സഹനം എനിക്ക് തന്നതെന്ന് തോന്നുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഓർക്കുന്നുണ്ടോ, എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഗസ്റ്റായിരുന്നു. എനിക്കങ്ങനെ റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അത് ഒരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല, പക്ഷേ പോസിറ്റീവായിട്ട് പറയുന്നതാണ്. ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പിന്നെ എനിക്ക് വേദന അറിഞ്ഞിട്ടില്ല. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആരെങ്കിലുമൊക്കെ വരും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ പള്ളിയിൽ പരിശീലിപ്പിച്ച അൾത്താരപാലന്മാർ ഏകദേശം ഒരു 30ഓളം പേര് വന്നിട്ട് എൻ്റെ തലയിൽ കുരിശ് വരച്ചിട്ട് പോകുന്ന എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതെന്നെ വളരെയേറെ മോട്ടിവേറ്റ് ചെയ്തൊരു സമയമാണ്. അവരെല്ലാം വന്ന് എൻ്റെ തലയിൽ കുരിശ് വരച്ചിട്ടൊക്കെ പോകുന്നത്. ആ സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ ബോധ്യമെല്ലാം വളരെയേറെ ഒന്ന് രൂപപ്പെടുത്തിയ ഒരു സമയമായിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നൊരു കാര്യം, പിന്നീട് അങ്ങോട്ട് ഈ സഹനം നല്ലതാണെന്ന് എനിക്ക് ചിന്തിക്കാൻ തുടങ്ങി. അതായത് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടായാലും അത് ദൈവം പല കാര്യങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. അത് നമ്മുടെ ഒരു
നാശത്തിന് വേണ്ടിയല്ല എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ആ ഒരു സഹനം കാരണം എനിക്ക് വന്നൊരു ചിന്തയാണ്. നമ്മുടെ ഈ ഇടയ്ക്ക് ഇറങ്ങിയൊരു സീരീസാണ് നമ്മുടെ ചോസൺ എന്ന് പറഞ്ഞു. അതായത് ഈശോയുടെ ജീവചരിത്രം നന്നായിട്ട് കാണിക്കുന്ന, എപ്പിസോഡുകളായിട്ട് കാണിക്കുന്ന ഒരു സീരീസാണ് ചോസൺ. അതിലൊരു ചെറിയ ചിന്ത എൻ്റെ ജീവിതത്തോട് ഒത്തിരിയേറെ ചേർന്ന് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഈശോ ശിഷ്യന്മാരെ അയക്കുവാണ് പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട്. നിങ്ങൾ അത്ഭുതങ്ങൾ, രോഗശാന്തികളെല്ലാം ചെയ്യുക എന്ന് പറഞ്ഞ് അയക്കുമ്പോൾ ശിഷ്യന്മാരെല്ലായിടത്തും പോയിട്ട് രോഗശാന്തി അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കാണിക്കുന്ന ലിറ്റിൽ ജെയിംസ്, ചെറിയ യാക്കോബ് എന്ന കഥാപാത്രം ഈശോയുടെ അടുത്ത് ഓടി എത്തിയിട്ട് പറയുന്നുണ്ട്, ഈ ലിറ്റിൽ ജെയിംസിന് ഒരു കാലിനൊരു ചെറിയൊരു അസ്വാസ്ഥ്യമുണ്ട്, ഒരു പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെ സാഹചര്യത്തിൽ ഈശോയോട് ചോദിക്കുവാണ്, നിനക്കിത് അറിയുന്നില്ലേ, എൻ്റെ ഒരു പ്രശ്നം അറിയുന്നില്ലേ? ഞാൻ എല്ലാവരെയും സുഖപ്പെടുത്തും, പക്ഷേ ഞാൻ സുഖം പ്രാപിച്ചിട്ടില്ല. അപ്പോൾ ഈശോ പറയുന്നൊരു കാര്യമാണ്, എൻ്റെ പിതാവിനും എനിക്ക് ഒത്തിരിയേറെ ആഗ്രഹമുണ്ട് ഇതിനെ സുഖപ്പെടുത്താൻ, അത് സുഖപ്പെടുത്താനും കഴിയും. പക്ഷേ എന്തുകൊണ്ട് സുഖപ്പെടുത്തുന്നില്ല എന്ന് ചോദിച്ചാൽ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, ബാക്കിയുള്ളവരെല്ലാവരും സുഖപ്പെടുത്തും. ഇപ്പം നന്നായിട്ട് ആരോഗ്യത്തോടെ അവരോടെല്ലാം പറയും, സാക്ഷ്യം പറയും, അവരെ രോഗശാന്തിയൊക്കെ നൽകും. പക്ഷേ അവരുടേക്കാളും നിൻ്റെ ഒരു രോഗശാന്തികളെല്ലാം കൂടുതൽ അത്ഭുതാവഹമായിരിക്കും എന്ന് ഈശോ പറയുന്നത്. അതായത് നീ ഒരു ചെറിയ കുറവോട് തന്നെ മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്നത് കാണുമ്പോൾ അത് വലിയ മിറക്കിളാണ് എന്ന് പറയുന്ന ഒരു വാചകം ആ ഒരു സീരീസിനകത്തുണ്ട്. അതെന്നെ വളരെയേറെ എൻ്റെ ജീവിതവുമായിട്ട് വളരെയേറെ ബന്ധപ്പെടുത്തുമ്പോൾ എനിക്കങ്ങനെ തോന്നാറുണ്ട്. കാരണം എനിക്ക് ഈ ചെറിയ സഹനം എൻ്റെ കൂടെ ഉണ്ടെങ്കിലും ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് കാണുമ്പോൾ അത് മറ്റുള്ളവരിൽ കൂടുതൽ മിറക്കിൾ ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അങ്ങനെ ദൈവമഹത്വത്തിലേക്ക് കുറേ പേര് അനയിക്കാൻ സാധിക്കും എന്നൊരു ചിന്ത, എൻ്റെ ഒരു ബോധ്യം എനിക്ക് കർത്താവ് തന്നിട്ടുണ്ട് ഈ ഇടയ്ക്ക് തന്നെ. തിയോളജി പഠനകാലം ഏകദേശം കംപ്ലീറ്റ് ആകുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഏറ്റവും അവസാനം ഞങ്ങൾ ചെയ്തൊരു ഡ്രാമയാണ്. ഞങ്ങൾ അതുവരെ ഞങ്ങളുടെ ബാച്ചിൽ നല്ലപോലെ ഞങ്ങൾക്ക് കുറേ പേരുണ്ട്, നന്നായിട്ട് കഴിവുള്ളവരുണ്ട്, എല്ലാ ടാലൻസ് ഉള്ളവരുമുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഫുൾ എനർജി കാണിക്കാൻ ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. അപ്പം ഞങ്ങൾ ഏറ്റവും അവസാനം ഞങ്ങൾക്കൊരു സോഷ്യൽ ഡ്രാമയുണ്ട്, ഞങ്ങൾ വടവാത് സെമിനാരി കളിച്ചത്. പക്ഷേ പലരും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്രയും നല്ലൊരു ഡ്രാമ എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം ഞങ്ങൾ കളിച്ചതൊക്കെ അത്രയും വലിയ ഒരു ഡ്രാമയല്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഏറ്റവും അവസാനം ഞങ്ങൾ കളിച്ച ഡ്രാമയാണ് പെരുന്തച്ചൻ എന്ന് പറഞ്ഞൊരു സോഷ്യൽ ഡ്രാമയാണ്. അവിടെയും ഭാഗ്യവശാൽ ഞാനായിരുന്നു കേന്ദ്ര കഥാപാത്രമായിട്ട് അന്നും ഫിലോസഫി പോലെ തന്നെ നിന്നത്. ഞാൻ അപ്പോഴും ഓർക്കുന്നത് ഫിലോസഫി പോലെ തന്നെ എന്നെ വീണ്ടും വീണ്ടും കർത്താവ് മോട്ടിവേറ്റ് ചെയ്യുകയാണ് എല്ലാ സ്ഥലത്തും. എല്ലാവരും എല്ലാ സ്ഥലത്തും എന്നെ എല്ലാ കാര്യങ്ങൾക്കും, ഇപ്പം പാട്ടിന്, പ്രസംഗത്തിന്, നാടകത്തിനെല്ലാം മോട്ടിവേറ്റ് ചെയ്യുമ്പോഴും ആ സമയത്ത് എനിക്ക് സഹനത്തിൻ്റെ ഈ ഒരു ചെറിയൊരു കാര്യമുണ്ട്, അതും ഞാൻ ചിന്തിക്കും. പക്ഷേ ഇതെല്ലാം കർത്താവ് എന്നെ പോസിറ്റീവ് മോട്ടിവേഷൻ തന്നതായിട്ട് ഞാൻ ഇപ്പോഴും കണക്കാക്കുന്നു. പൗരോഹിത്യം നീ വളരെ സന്തോഷത്തോടെ ചെയ്യുക എന്ന് പലപ്പോഴും ഈ കാര്യങ്ങളിലൂടെ തന്നെ കർത്താവ് എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ദൈവവിളിയുടെ ഒരു സംഗ്രഹം. ദൈവവിളി ആ ജീവിതത്തിൻ്റെ ഒരു സംഗ്രഹം ഇതാണ്. എൻ്റെ പട്ടം ഡിസംബർ 30 രാവിലെ 9:15 തെള്ളകം പുഷ്പരി പള്ളി വെച്ചാണ്. എനിക്ക് പട്ടം നൽകുന്നത് അഭിമന്യമാർ ജോസഫ് പെരുന്തോട്ടം പിതാവാണ്. എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട്, അതിൻ്റെ ലിറിക്സും അതിൻ്റെ കമ്പോസിഷനും ഒക്കെ കൊണ്ട് ഇഷ്ടമുള്ളൊരു പാട്ട്, ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയ ജിത്ത് ജോർജ് ചെയ്ത ഒരു പാട്ടാണ് പ്രാണനാം യേശുവേ. പ്രാണനാം യേശുവേ, ജീവനാം നാഥനേ, മരുഭൂമിയാമെൻ്റെ മാനസത്തിൽ പെയ്യുന്ന മഴയായി നീ, ഏകാകിയാകുന്ന നേരങ്ങളിൽ കൂട്ടേകും ചെങ്ങാതിയായി, എൻ്റെ പ്രാണനായി, എൻ്റെ ജീവനായി, നീ എൻ്റെ സ്വന്തമായി. എൻ്റെ പ്രാണനായി, എൻ്റെ ജീവനായി, നീ എൻ്റെ സ്വന്തമായി. ഈശോ, എൻ്റെ ഈശോ, സ്നേഹമായി നിറയണമേ. ഈശോ, എൻ്റെ ഈശോ, കൃപയായി നീ വന്നിടണേ. എൻ്റെ
പ്രാണനായി എൻ്റെ ജീവനായി നീ എൻ്റെ സ്വന്തമായി.